അപ്പൊ നേരെ കൂലി റിവ്യൂലേക്ക്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പടം ആവറേജ് ആണ്, കൂലി കുറച്ച് കൂതറയാണ്. അങ്ങനെയൊക്കെ വഴിയില്ല. മൊത്തത്തിൽ വലിയ സുഖമില്ല, എന്നാലും കാണാം. ജസ്റ്റ് അത് ശരിയാ. എന്ത് ശരി? ഇതൊന്നും നടക്കണ കാര്യമല്ല. എങ്ങനെ നടക്കും? ജസ്റ്റ് ഭയങ്കര ഇമോഷണൽ ആണ് പടം. ഭയങ്കര ഇമോഷണൽ എന്ന് വെച്ചാൽ നമുക്ക് ആ ഇമോഷൻ കണക്ട് ആവുന്നില്ല. അതാണ് അതിന്റെ മെയിൻ പ്രശ്നം. അതുപോലെ ശ്രുതി ഹാസനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മോശപ്പെട്ട ആക്ടിങ്. പവർ ഇത്തിരി കുറഞ്ഞു പോയി. പവർ ഹൗസിൽ പവർ വളരെ കുറഞ്ഞ പവറാണ്. പവർ അത്രയ്ക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയണം. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ആവറേജ് ആക്കി. ഒരു ആവറേജ് മൂവി എന്ന് പറയാൻ പറ്റും. പിന്നെ സൗബിന്റെ നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം. ഏറെക്കുറെ. പിന്നെ നീ ഇതാരോടും പറയുന്നു വേണ്ടോ. സൗബിന്റെ ഇതില് കുറച്ച് സീക്വൻസിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നിറഞ്ഞ് കൊണ്ടാടാം. സൗബിന്റെ ഏറ്റവും നല്ല ബിൽഡപ്പ് ആയിട്ട് കൊണ്ടുവന്ന ഏറ്റവും ലാസ്റ്റ് ഒരു ജാസിബി എടുത്തിട്ട് അതിൽ കുഴിച്ചു മൂടി കാണാൻ. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അമീർഖാൻ വന്നിട്ട് ഞാൻ നോക്കിയപ്പോ നേഴ്സറി പഠിക്കണം നമുക്ക് അംഗൻവാടിയിലെ പിള്ളേരെ പോലെ രജനി മൊമെന്റ്സ്. അതെ, അതിലേ പറയണത് കഥ, തിരക്കഥ, കഥ. ചൈന ഭാഷ പറയുന്നോടാ. ലോകിയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഉച്ചം, ഉഷ്ണയന, മൂഞ്ചി കൃഷ്ണ. അല്ല ഞാൻ പറയാ. ഇറങ്ങി പൊടപ്പില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.